കൊള്ളാം. നല്ല മൂവി. എങ്ങനെയുണ്ട് പടം? നല്ല പടമായിരുന്നു. രക്ഷയില്ല. കാന്താര വണ്ണനെ കാട്ടി ഒരുപാട് ബെറ്റർ. നമുക്ക് കാന്താര വണ്ണിന്റെ ലാസ്റ്റത്തെ ആ ഒരു രോമാഞ്ചം ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാം നല്ല രസമായിരുന്നു. ഒരു മിനിറ്റ് പോലും നമുക്കിങ്ങനെ എന്താ പറയാ, ആ ഒരു ബോറായിട്ടൊന്നും തോന്നത്തില്ല. എല്ലാം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഋഷഭ് ശെട്ടിയായാലും നടിയായാലും പിന്നെ അതുപോലെ തന്നെ ജയറാം ആയാലും എല്ലാവരും നന്നായിരുന്നു. എന്താണ് കേട്ടോ ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ? ആക്ഷനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിരിക്കുന്നു. പിന്നെ പടം മൊത്തത്തിൽ നന്നായിരിക്കുന്നു. ഓക്കെ, ദൈവവിശ്വാസം കുറച്ച് ഓവർ ആക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നു. നല്ലൊരു കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഗൂസ്ബംസാണ്. എല്ലാ മൊമെന്റ്സും ഭയങ്കര സൂപ്പർ ഡയറക്ഷൻ, നല്ല അടിപൊളിയായിരുന്നു. എന്ന് പറയാൻ എല്ലാവരും വന്ന് കാണണം. മസ്റ്റ് വാച്ചാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ട് ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ? കൊള്ളാം, കുറച്ചുകൂടെ കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ. ഡിവൈനാണ്, പ്യുവർലി ഡിവൈനാണ്. എങ്ങനെയുണ്ട്? അയ്യോ, പുള്ളി അടുത്ത നാഷണൽ അവാർഡ്. ജയറാമേട്ട എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലതായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം, എല്ലാ ആക്ടേഴ്സും കൊള്ളാം. ഇല്ല ബാഗൊന്നുമില്ല. കോമഡിക്ക് കോമഡിയൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹ്യൂമറൊക്കെ ഉണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം, അടിപൊളി. കൊള്ളാം, അടിപൊളി പടം വളരെ സുന്ദരമായിരുന്നു. അതാണ് പറഞ്ഞത്. ആ ഒരൊറ്റ വാക്കിൽ എനിക്ക് വളരെ സന്തോഷം. അവന് ഇതിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞത്. അത് വലിയ സന്തോഷം. വലിയ അഭിനയശേഷി മെയിൻ ക്യാരക്ടർ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് കണ്ടപ്പോൾ തോന്നി. പിന്നെ ഇത്രയും അധികം ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് അഭിനയിപ്പിക്കുക, ഇത്രയും ഒരു സ്പേസ് കണ്ടുപിടിക്കുക, ആ ഒരു AI-യുടെ ഉണ്ട്. എന്നിരുന്നാലും അതിലുപരിയായിട്ടുള്ള സാധ്യതകൾ ചെയ്യാം സിനിമയ്ക്കെന്നുള്ള തെളിയിച്ച 1000 കോടിയാണോ? 1000 കോടി എങ്ങനെയുണ്ട്? സെറ്റ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് വരെ ഒരു വിധം പോയി, പക്ഷെ സെക്കൻഡ് ഹാഫ് കൊണ്ട് സൂപ്പർ അടിപൊളിയാക്കി കളഞ്ഞ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ സൂപ്പർ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ട്, അതായത് ഈ കാന്താര സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്തിരി അടിപൊളി സിനിമയാണ്. സൂപ്പറായിട്ട് ചെയ്ത ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പുള്ളിയുടെ അഭിനയം എങ്ങനെയുണ്ട്? സൂപ്പർ, പൊളിച്ച്. ഋഷി ഷെട്ടിയുടെ അഭിനയം പറയാനുണ്ട്, പൊളിച്ച്. ചില കാര്യങ്ങൾ നമുക്ക് അധികം പറയാൻ പറ്റില്ല. ഇത് പ്രീമിയം ക്ലാസ്. ആദ്യത്തെ പാർട്ടിൽ ഇത്രയും ടെക്നിക്കൽ സംഭവമില്ല. ഇത് ഇതുവരെ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും ബെസ്റ്റ് പടം. അതിനപ്പുറത്തേക്ക് വേറെ പടം ഇറങ്ങിയിട്ടില്ല. ഷെട്ടി എങ്ങനെയുണ്ട് അഭിനയം? ഒരു ലാംഗ്വേജില്ലാന്ന് മാത്രമല്ല, ഓരോന്നും പുതിയ എക്സ്പീരിയൻസുകളാണ്. ഓരോ സീനുകളും പുതിയ എക്സ്പീരിയൻസുകളാണ്. അതിൽ എടുത്തു പറയാനല്ല, എല്ലാം ഒരേ പോലീസ് സീനുകളാണ്. നെഗറ്റീവ്, ഇതിനൊക്കെ എന്ത് നെഗറ്റീവ് പറയാൻ ഇല്ല. ചില സ്ഥലത്ത് നമുക്ക് എന്താ പറയുക, ഋഷഭ് ഷെട്ടിനെ പല സമയത്ത് പല ആളുകളായിട്ട് നമുക്ക് തോന്നും. അതാണ് ചില സമയത്ത് ബാഹുബലിയിൽ നമ്മുടെ പ്രഭാസമായിട്ട് തോന്നും. ചില സമയത്ത് നമുക്ക് ജയസൂര്യായിട്ട് തോന്നും. ലുക്ക് വൈസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. വേറെ ഇതിലൊന്നും മേക്കിങ്ങും പടവും എഴുതിയതും ആ വിഷ്വലൊക്കെ വേറെ ലെവൽ. എനിക്ക് തോന്നുന്നത് നമ്മളെ സെക്കൻഡിനെക്കാട്ടി ഏറ്റവും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് തിയേറ്റർ വാച്ച്. എങ്ങനെയുണ്ട് ജയറാമേട്ടൻ? ജയറാമേട്ടൻ നല്ല കലക്കിയിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജയറാമേട്ടനെ ഇങ്ങനെ ഒരു ഇതിനകത്ത് കാണുന്ന റോളി കാണുന്ന നല്ല റോളി കാണുന്ന ആദ്യമാണ്.